എ ബ്രാൻഡ് ന്യൂ ലൈഫ് എന്നത് 2009 ഒരു കൊറിയൻ സിനിമയാണ്. ദക്ഷിണ കൊറിയയിൽ ജനിച്ച് ഫ്രാൻസിലുള്ള ഒരു കുടുംബം ദത്തെടുത്ത് ഫ്രാൻസിൽ വളരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് എ ബ്രാൻഡ് ന്യൂ ലൈഫ്. ഈ സിനിമ സംവിധാനം ചെയ്ത, ഇതിൻ്റെ കഥ എഴുതിയ ഒരു വനിതയാണ്. അവരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ. 1975 ദക്ഷിണ കൊറിയയിലെ സോൾ നഗരത്തിലെവിടെയോ നടന്നതാണ് ഇത്. കഥ തുടങ്ങുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യത്തോടു കൂടിയാണ്. ഒരു അപ്പൻ്റെ കൂടെ സൈക്കിളിൽ ചിരിച്ച് സന്തോഷിച്ചു പോകുന്ന ഒരു 9 വയസ്സുകാരിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പനും മകളും വളരെ സന്തോഷത്തിലാണ്. അവർ കടകളിൽ പോയി പുതിയ ഡ്രസ്സ് വാങ്ങുന്നു, ഷോപ്പിംഗ് നടത്തുന്നു. അതിനുശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കയറുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുഞ്ഞ് അപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ ഞാനൊരു പാട്ട് പാടട്ടെ. അപ്പം പാട്ട് പാടാൻ പറയുമ്പം ഇവളൊരു പാട്ടിൻ്റെ ആദ്യത്തെ 4 ലൈൻ പാടുകയാണ്. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയത്തില്ല. ഒരു നാളിൽ ഞാൻ നിന്നിൽ നിന്ന് പിരിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ മാത്രമേ നീ മനസ്സിലാക്കുകയുള്ളൂ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. അതോർത്ത് നീ പിന്നീട് സങ്കടപ്പെടും. അങ്ങനെയുള്ള ഒരു പാട്ടിൻ്റെ ഈ 3-4 ലൈനുകൾ മാത്രമാണ് അവൾ പാടുന്നത്. വളരെ സന്തോഷത്തോടെ അവൾ അപ്പനും കൂടെ വീട്ടിൽ പോകുന്നു. പിറ്റേ ദിവസം ഇവളും അപ്പനും കൂടെ വീണ്ടും ഒരു സഞ്ചാരത്തിന് ഇറങ്ങുകയാണ്. ഒരു ബേക്കറിയിൽ കയറി അവിടുത്തെ ഏറ്റവും നല്ല കേക്ക് വാങ്ങുന്നു. അതിനുശേഷം ബസ്സിൽ എവിടേക്കോ യാത്ര പോവുകയാണ്. ഇവർ യാത്ര ചെന്നെത്തുന്നത് ഒരു അനാഥാലയത്തിലാണ്. സിയോൾ നഗരത്തിലുള്ള ഒരു കത്തോലിക്ക സന്യാസിനിമാർ നടത്തുന്ന അനാഥാലയത്തിലാണ്. അവിടെ വെച്ച് ഈ അപ്പൻ മകളെ ഈ അനാഥാലയത്തിലെ ആളുകളെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. പക്ഷേ ഈ കുഞ്ഞറിയുന്നില്ല തന്നെ അപ്പൻ അനാഥാലയത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് കടന്നു കളയുകയാണ് എന്നുള്ളൊരു ചിന്ത വിദൂരമായ ഒരു സ്വപ്നത്തിൽ പോലും അവളുടെ മനസ്സിലെത്തുന്നില്ല. അപ്പം പോയി കഴിയുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാകുന്നത് അപ്പനില്ലല്ലോ. ഇവൾ ബാക്കി എല്ലാവരോടും പറയും, ഞാനും അപ്പനും കൂടെ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്, അപ്പൻ വരും, ഒരു സഞ്ചാരത്തിലാണ് ഞങ്ങൾ, അപ്പൻ തിരിച്ചു വരുമെന്നാണ് ഇവളിപ്പോഴും പറയുന്നത്. പക്ഷേ അവിടെയുള്ള ബാക്കി ആളുകൾ ഇവളോട് പറയുന്നു, നിൻ്റെ അപ്പൻ നിന്നെ കളിപ്പിച്ചതാണ്, അയാൾ നുണ പറഞ്ഞതാണ്, അയാൾ തിരിച്ചു വരില്ല. അപ്പോൾ ഇവൾ വീണ്ടും പറയാണ്, എൻ്റെ അപ്പൻ നുണയനല്ല, അപ്പൻ തിരിച്ചു വരും. അങ്ങനെ ആ ദിവസം അപ്പനില്ലാതെ ഇവൾ വളരെ വിഷമത്തിൽ ഈ അനാഥാലയത്തിലെ തൻ്റെ ആദ്യത്തെ ദിവസം ചെലവഴിക്കുകയാണ്. അനാഥാലയത്തിൽ ഇവളെപ്പോലെ തന്നെ ഇവൾക്ക് 9 വയസ്സാണ്. 9 വയസ്സ് താഴെയുള്ള കുട്ടികളാണ് കൂടുതൽ. 9 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1-2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ ദിവസം വളരെ സങ്കടത്തിൽ വിഷമത്തിൽ ഇവൾ ഇരിക്കുകയാണ്. ഇവൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഇവൾ കഴിക്കുന്നില്ല. ഇവൾ ഒറ്റയ്ക്ക് ഒരു കുറ്റിക്കാട് പോലുള്ളൊരു സ്ഥലം, അനാഥാലയത്തിൻ്റെ മുമ്പിലുള്ള അവിടെ പോയി ഇവൾ ഒളിച്ചിരിക്കുന്നു. ഇവൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നില്ല. രാത്രി വൈകി ഇവൾക്ക് വിശന്നപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നപ്പം ഇവൾക്ക് വേണ്ടി എടുത്തു വെച്ച ഭക്ഷണം വേറെ ആരോ കഴിച്ചിട്ട് പോയി. ഇവൾ സങ്കടപ്പെട്ട് അടുക്കളയിൽ ഇരിക്കുന്ന ഒരു ദൃശ്യം നമ്മളെയും സങ്കടപ്പെടുത്തും. അതിനുശേഷം ഇവൾ കിടക്കേണ്ട സ്ഥലത്ത് പോയി ഹോളിൽ മറ്റു കുട്ടികളോടൊത്ത് കിടക്കുന്നു. അങ്ങനെ കിടക്കുമ്പം ആ കുട്ടികൾ കുഞ്ഞു കുട്ടികളാണ്. അവരുടേതായ രീതിയിൽ ഒരുമിച്ചിരുന്ന് ചീട്ടൊക്കെ കളിക്കുന്നുണ്ട്. ആ ചീട്ട് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരിൽ ഒരാൾ പറയുന്നു, നമുക്കിന്ന് ഗസ്റ്റൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞില്ല, നമുക്കൊരു ഗസ്റ്റ് വന്നല്ലോ. അപ്പോൾ അക്കൂട്ടത്തിലെ മുതിർന്ന ഒരു കുട്ടിയുണ്ട്, കാല് വയ്യാത്ത ഒരു 10-18 വയസ്സായ ഒരു അനാഥ കുട്ടി തന്നെ. അവൾ പറയുകയാണ്, ഇന്ന് വന്നയാൾ ഗസ്റ്റല്ല, അവൾ നമ്മളെപ്പോലെ ഈ അനാഥാലയത്തിൽ വളരാൻ വന്നവളാണ്. ഇത് കേൾക്കുമ്പോൾ ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവൾ കരയുകയാണ്. ഇവരുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണീര് ഒഴുകി ഇറങ്ങുന്നത് കാണുന്ന നമ്മളും അറിയാതെ ഇവളോടൊപ്പം കരഞ്ഞു പോകും. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഈ അനാഥാലയത്തിൻ്റെ ജീവിത ശൈലിയിലേക്ക്
പ്രവേശിക്കേണ്ട ആളാണിവൾ. പക്ഷേ ഇവൾക്ക് പ്രവേശിക്കാൻ ആവുന്നില്ല. ഇവൾ പല രീതിയിൽ എതിർക്കുകയാണ്. ഇവൾ അനാഥാലയത്തിൻ്റെ ഡയറക്ടറുടെ അടുത്ത് എന്ന് പറയുന്നു, ഞാൻ അനാഥയല്ല, എനിക്ക് വീടുണ്ട്, എൻ്റെ അപ്പനെ ഒന്ന് വിളിക്കാവോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പനെ വിളിക്കാൻ പറ്റില്ല, അപ്പൻ്റെ നമ്പറില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഈ കുട്ടിയെ ഒഴിവാക്കുന്നു. ഇവൾ വീണ്ടും ഭക്ഷണം കഴിക്കുന്നില്ല. ഇവൾക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ പാത്രം ഇവൾ തട്ടിക്കളയുന്നു. ഭക്ഷണത്തിൻ്റെ പാത്രം തട്ടിക്കളയുമ്പം അവിടെ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടി വന്ന് ആ ഭക്ഷണമൊക്കെ ക്ലീനാക്കാൻ, ശിക്ഷയിൽ നിന്ന് ഇവളെ രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വേറൊരു ദിവസം ഇവൾ അടച്ചിട്ട ആ വലിയ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ ചാടി കടന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഇവൾ തൻ്റെ സങ്കടം അതിജീവിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല. ഇവൾ ഈ അനാഥാലയത്തിൽ അനാഥരായ മറ്റ് കുട്ടികൾക്കൊപ്പം ജീവിക്കുകയാണ്. വളരെ പ്രത്യേകത ഒന്ന് നമ്മളിവിടെ കണ്ടെത്തുന്നത്, ഈ സിനിമയുടെ ആദ്യത്തെ 3-4 മിനിറ്റുകളിൽ മാത്രമേ ഇവളും അപ്പനും തമ്മിലുള്ള സീനുകളുള്ളൂ. ഇവൾ എപ്പോഴൊക്കെ അപ്പൻ്റെ കൂടെയാണോ അപ്പോഴൊക്കെ ഇവൾ സന്തോഷവതിയാണ്. ഇവൾ ചിരിക്കുന്നു. സന്തോഷം നിറഞ്ഞ മുഖമാണ് അപ്പൻ്റെ ഒപ്പമുള്ളപ്പോൾ ഇവളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ അനാഥാലയത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഈ കുഞ്ഞ് ചിരിക്കുന്നില്ല. ആകെപ്പാടെ 1-2 പ്രാവശ്യം മാത്രമേ പുഞ്ചിരിയുടെ ഭാവം ഈ പെൺകുട്ടിയിൽ നിറയുന്നുള്ളൂ. ബാക്കി മുഴുവൻ അനാഥത്വത്തിൻ്റെ സങ്കടം, ഒറ്റപ്പെടലിൻ്റെ വേദന, ഇതൊക്കെയാണ് അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, ഇവരെ അടുത്തുള്ളൊരു പള്ളിയിൽ കുർബാനയ്ക്ക് കൊണ്ടുപോകും. പള്ളിയിൽ കുർബാനയ്ക്ക് അച്ഛൻ പ്രസംഗം പറയുകയാണ്. പ്രസംഗം പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അച്ഛൻ്റെ പ്രസംഗത്തിലെ വാക്കുകൾ ഇങ്ങനെയാണ്. ബൈബിളിൽ നിന്നുള്ള ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഏൽ ഏൽ ലമാ സബക്താനി. കുരിശേ കിടന്നുകൊണ്ട് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ പിതാവ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? പിതാവിനോട് വളരെയധികം സ്നേഹമുള്ള പുത്രനായ ക്രിസ്തുവാണ് ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്. ഈ പ്രസംഗം, ഈ ചോദ്യം കേൾക്കുമ്പം ഈ കുഞ്ഞ് പള്ളിയുടെ മുമ്പിലിരുന്ന് ഇത് വളരെ കൗതുകത്തോടെ, സങ്കടത്തോടെ ഇത് കേൾക്കുകയും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാണ്. അവൾക്കും മനസ്സിലാവുകയാണ് തന്നെയും തൻ്റെ പിതാവ് ഉപേക്ഷിച്ചു, പക്ഷെ തനിക്ക് തൻ്റെ പിതാവിനോട് വലിയ സ്നേഹമുണ്ട് എന്നൊക്കെ അവളുടെ മനസ്സിലൂടെ ചിന്തകൾ കടന്നു പോവുകയാണ്. അങ്ങനെ സിനിമ മുന്നോട്ട് പോകുന്നു. അനാഥാലയത്തിലെ ജീവിത ശൈലികൾ കാണിച്ചാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഈ അനാഥാലയത്തിലെ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. ഇതിനിടയിൽ ഈ അനാഥാലയത്തിലെ ഒരു കുട്ടിയുമായിട്ട്, ഇവളെക്കാളും 1-2 വയസ്സ് പ്രായത്തിന് മുതിർന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇവൾ കൂട്ടുകൂടുന്നു. അവർ വലിയ സ്നേഹിതരാകുന്നു. അവരൊരുമിച്ച് ഈ മുറിവേറ്റ് കിടന്ന ഒരു പക്ഷിക്കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നു. പക്ഷിക്കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നു, സംരക്ഷിക്കുന്നു. ഒടുവിൽ ആ പക്ഷിക്കുഞ്ഞ് ചത്തുപോകുന്നു. ചത്തുപോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഒരു കുഴിയൊക്കെ കുത്തി ആ കുഴിയിൽ ഈ പക്ഷിക്കുഞ്ഞിനെ സംസ്കരിക്കുന്നു, സങ്കടപ്പെടുന്നു. ഒടുവിൽ ഇവളുടെ കൂട്ടുകാരിയെ കൂടി വേറൊരു കുടുംബം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മറ്റേ കുട്ടി പറയുന്നുണ്ട്, നമുക്ക് 2 പേർക്കും കൂടെ ദത്തെടുക്കപ്പെട്ട് അവരുടെ കൂടെ പോകാം എന്നൊക്കെ മുതിർന്ന കുട്ടി പറയുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടി ഈ ദത്തെടുക്കപ്പെട്ട് പോകുമ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതിനുശേഷം ഇവർക്ക് നിരവധി പാവകളെ ഏതോ ഒരു കുടുംബം സംഭാവനയായിട്ട്, സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അനാഥാലയത്തിലെ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് അരിശം വരികയാണ്. ഇവൾ തനിക്ക് കിട്ടിയ പാവക്കുട്ടിയെ വലിച്ചു കീറി നശിപ്പിച്ച് കളയുകയാണ്. ഇവൾക്ക് സമ്മാനമായി കിട്ടിയ പാവയെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, മറ്റു കുട്ടികളുടെ പാവയും കൂടെ ഇവൾ നശിപ്പിച്ച് കളയാണ്. അങ്ങനെ വരുമ്പോൾ അനാഥാലയത്തിലെ ആയ വന്ന്, ആയ നല്ലൊരു സ്ത്രീയാണ്, പല കാര്യങ്ങളും അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു നല്ലൊരു സ്ത്രീയാണ് ആയ. അവൾ ഇവളെ ശകാരിക്കുന്നു, ചെറുതായിട്ടൊന്ന് ശിക്ഷിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ അനാഥ കുട്ടികളുടെ ഇടയിൽ 10-18 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്. ഒരു കാലിനൊൽപ്പം പ്രശ്നമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെയും ആരോ ദത്തെടുക്കുന്നു എന്നൊരു വാർത്ത വരികയാണ്. പക്ഷേ നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയാണ്, അവൾ കരഞ്ഞുകൊണ്ട് അവൾ ആയയോട് പറയുകയാണ്,
എന്നെ ദത്തെടുക്കുകയല്ല, യഥാർത്ഥത്തിൽ എന്നെ ദത്തെടുക്കുന്നു എന്ന പേരിൽ എന്നെ ആ വീട്ടിൽ പണി ചെയ്യാൻ കൊണ്ടുപോവുകയാണ്, എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. അവൾ കരയുകയാണ്. ഈ അനാഥാലയത്തിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുതരാൻ വരുന്നൊരു പയ്യനുണ്ട്. ആ പയ്യനോട് ഈ കാല് വയ്യാത്ത പെൺകുട്ടിക്ക്, അനാഥ പെൺകുട്ടിക്ക് ഒരു സ്നേഹമൊക്കെ ഉണ്ട്. അവൻ ഇവളെ രക്ഷപ്പെടുത്തുമെന്നാണ് ഇവൾ വിചാരിക്കുന്നത്. പക്ഷേ അവനോട് രക്ഷപ്പെടുത്താവോ എന്നൊരു കത്തിലൂടെ ഇവൾ ചോദിക്കുമ്പോൾ അവൻ കത്തിലൂടെ തന്നെ അത് നിരാകരിക്കുന്നു. പിന്നീട് ഒരു ദിവസം ഇവൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്നു. ഒരുപക്ഷെ ആ പയ്യനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. അനാഥാലയത്തിലെ സിസ്റ്റർമാരും ആയയൊക്കെ കൂടി അവളെ രക്ഷപ്പെടുത്തുന്നു. രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇവളോട് ആ കുട്ടികളുടെ എല്ലാം മുമ്പിൽ വെച്ച് ക്ഷമ പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ 10-18 വയസ്സുള്ള കാലിന് പ്രശ്നമുള്ള ഈ പെൺകുട്ടി, ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ക്ഷമ പറയുകയാണ്. ദൈവം എനിക്ക് തന്ന ഈ വലിയ ജീവിതം ഞാൻ സ്വയം നശിപ്പിക്കാൻ ശ്രമിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുന്നു. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ഇത് പറയുന്നത്. പക്ഷേ ഇവൾ വിങ്ങിപ്പൊട്ടി പറയുമ്പോൾ ഈ 9 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണല്ലോ ബാക്കിയുള്ള എല്ലാവരും, അവർക്കിത് വളരെ തമാശയായിട്ട് തോന്നുകയാണ്. അവർ ഇവളുടെ കരച്ചിലും ഈ ക്ഷമാപനമൊക്കെ കണ്ടപ്പോൾ അവർ മുന്നിലിരുന്ന് ചിരിക്കാൻ തുടങ്ങി. ഇവളുടെ ചിരി കണ്ട് ഇവളും ഏത് ഈ പറയുന്ന ക്ഷമ പറയുന്ന പെൺകുട്ടിയും ചിരിച്ചുകൊണ്ടാണ് തൻ്റെ ക്ഷമാപണം അവസാനിപ്പിക്കുന്നത്. ഇനി ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കും എന്നിവൾ പറയുന്നത് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ്. അതിനുശേഷം ഇവളെ ദത്തെടുക്കാൻ വന്ന അവരുടെ കൂടെ ആ പെൺകുട്ടി പോവുകയാണ്. ഈ 18 വയസ്സുള്ള കാല് വയ്യാത്ത പെൺകുട്ടിയും പോവുകയാണ്. ആ പോകുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും ദത്തെടുക്കുന്നത് സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവർ വാഹനങ്ങളിൽ വന്നാണ് ഇവരെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവളെ 18 വയസ്സുള്ള കാല് വയ്യാത്ത ഇവളെ കൊണ്ടുപോകുന്നത് ഇതൊരു കർഷക ദമ്പതികളാണ്. അവർ നടന്ന് പോവുകയാണ്. അവരുടെ മുഖഭാവവും ശൈലിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വീട്ടിലെന്തോ ജോലി ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇവളെ കൊണ്ടുപോകുന്നതെന്ന്. അതിനൊക്കെ ശേഷം ഈ നമ്മുടെ കഥാനായിക 9 വയസ്സുള്ള ഇവൾ തീരുമാനിക്കുകയാണ്, മനസ്സുകൊണ്ട് അംഗീകരിക്കുകയാണ് താനും ദത്തെടുക്കപ്പെടേണ്ടവളാണ്, താനും അനാഥയാണ് എന്ന് ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നു. അതിനുശേഷം ഇവൾ ഇതിൻ്റെ ഡയറക്ടറുടെ അടുത്തെന്ന് പറയുകയാണ്, എനിക്ക് എൻ്റെ അപ്പനെ ഒന്ന് വിളിച്ചു തരാമോ? അപ്പോൾ അദ്ദേഹം പറയുന്നു അപ്പൻ്റെ നമ്പരൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇവൾ പറയുകയാണ്, എനിക്ക് എൻ്റെ അപ്പൻ്റെ അഡ്രസ്സ് അറിയാം, വീടിൻ്റെ അഡ്രസ്സ് അറിയാം, അവിടെ ഒന്ന് അന്വേഷിക്കാമോ? അപ്പോൾ ഇയാൾ അന്വേഷിച്ചിട്ട് പറയുകയാണ് അവരെപ്പറ്റി യാതൊരു വിവരവും ചിന്തയും കിട്ടുന്നില്ല, അറിവുമില്ല, അയൽക്കാർക്കൊന്നും അവരിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാവുന്നു തന്നെ അപ്പൻ ഉപേക്ഷിച്ചതാണെന്ന്. അപ്പോൾ ദത്തെടുക്കപ്പെടാനുള്ള ഇവളുടെ സമ്മതം ഇവളും ഏതാണ്ട് അറിയിച്ചു കഴിയുമ്പം ഈ ഡയറക്ടർ ഫ്രാൻസിലുള്ള ദമ്പതികളുടെ ഫോട്ടോ ഇവളെ കാണിക്കുന്നു. അവരുടെ മകളായി ദത്തെടുക്കപ്പെട്ട് പോകാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഈ 9 വയസ്സുകാരിയോട്. ബാക്കി എല്ലാവരെയും ദത്തെടുക്കാനുള്ള ആളുകൾ വന്നു കൊണ്ടുപോവുകയാണ്, ഇവളെ ഫോട്ടോ കാണിക്കുകയാണ്, മറ്റൊരു രാജ്യമായതുകൊണ്ട്. അപ്പോൾ ഇവൾ ഫോട്ടോ നോക്കിയിട്ട് പറയുകയാണ് ഇവർക്ക് പ്രായമായല്ലോ, എങ്കിലും മനസ്സുകൊണ്ട് ഇവൾ പോകാൻ സന്നദ്ധയായി കഴിഞ്ഞപ്പോൾ ഇവളുടെ ആയ ഇവൾക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പഴയ വസ്ത്രങ്ങളൊക്കെ ചെറുതായിപ്പോയി, പുതിയ വസ്ത്രങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്നതിനിടയിൽ ആ ആയ ഈ കുഞ്ഞിനോട് പറയാണ്, മോളെ ഞാൻ ഈ വസ്ത്രമൊക്കെ ശരിയാക്കുന്ന സമയത്ത് നീ ഒരു പാട്ട് പാടാവോ? അപ്പോൾ അവൾ പാട്ട് പാടുകയാണ്. അവൾ പാടുന്ന പാട്ട് അവൾ ആദ്യം അപ്പൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ച കാലത്ത് അപ്പൻ്റെ മുമ്പിലിരുന്ന് ആ പാട്ടാണ് പാടുന്നത്. ആ പാട്ട് പാടുമ്പോൾ ആദ്യം പാടിയ 4 ലൈൻ മാത്രമല്ല, ആ പാട്ട് മുഴുവനും ഇവൾ പാടുകയാണ്. ആ പാട്ടിൻ്റെ അർത്ഥം ഏകദേശം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷേ അപ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിക്കും. ഞാൻ ദൂരേക്ക് പോയി കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, എൻ്റെ പേര് വിളിക്കുക. ഞാൻ എൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന ചുടുകണ്ണുനീരാൽ നിങ്ങളുടെ ഏകാന്തതയെയും നിങ്ങളുടെ സങ്കടങ്ങളെയും
കഴുകിക്കളയാം എന്നർത്ഥമുള്ള ആ പാട്ട് അവൾ മുഴുവൻ ആ ആയയുടെ മുമ്പിലിരുന്ന് ഇവൾ പാടുകയാണ്. അതിനുശേഷം ഇവൾക്ക് ഫ്രാൻസിലേക്ക് പോകാനുള്ള സമയം വരുന്നു. ഫ്രാൻസിൽ നിന്ന് ഇവളെ ദത്തെടുത്ത ആ ദമ്പതികൾ ഇവിടെ വരുന്നില്ല. ഫ്രാൻസിലേക്ക് പോകാനുള്ള വേറെ ഒരു കുടുംബത്തിൻ്റെ കൂടെ ഈ കുഞ്ഞിനെ കയറ്റിവിടുകയാണ്. അതും നമുക്ക് ഒത്തിരി സങ്കടം സമ്മാനിക്കുന്ന നിമിഷങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുക. അങ്ങനെ മറ്റേതോ ഇവളെ കൂടെ കൊണ്ടുപോകുന്ന മറ്റൊരു കുടുംബത്തിൻ്റെ കൂടെ ഇവൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിലെ ഒരു സൈഡ് സീറ്റിൽ ഇവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പണ്ട് അപ്പൻ്റെ കൂടെ സൈക്കിളിൽ പുറകിലിരുന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് സുരക്ഷിതത്വത്തിൻ്റെ പൂർണ്ണതയിൽ പോകുന്ന ആ ചിത്രമാണ്. വിമാനം ഫ്രാൻസിലെ ഒരു വിമാനത്താവളത്തിൽ ചെന്നിറങ്ങുന്നു. അവിടെ ഇവളെ ദത്തെടുക്കാനുള്ള മാതാപിതാക്കൾ നിൽക്കുന്നു. അവളെ കാണുന്നു എന്നുള്ള ഒരു വിഷ്വലിൽ സിനിമ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സിനിമയാണ്. നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ വളരെയധികം സ്പർശിക്കുന്ന ഒന്നാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ കുഞ്ഞിൻ്റെ അനാഥത്വം, അപ്പൻ ജീവിച്ചിരിക്കെ തന്നെ അനാഥമാക്കപ്പെടുന്ന കുട്ടിയുടെ വേദന അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഈ സിനിമയിൽ കണ്ടെത്താനാവും. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന നിരവധി പാഠങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ മുതിർന്നവർ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടൊപ്പമായിരിക്കേണ്ട സമയത്തും കാലത്തും അവരോടൊപ്പമായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് വരുന്ന നഷ്ടത്തെ ജീവിതത്തിൽ ഒരിക്കലും നികത്താനാവില്ല. അവരുടെ മാതാപിതാക്കളുടെ അസാന്നിധ്യം, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹമൊക്കെ ഈ കുഞ്ഞുങ്ങളെ മറ്റൊരു തരത്തിലേക്ക് മാറ്റും. അവരുടെ ജീവിതത്തിൽ സങ്കടത്തിൻ്റെ പെരുമഴ പെയ്യിക്കും. അവരുടെ ജീവിതത്തിൽ വേദനയുടെ വലിയ മലനിരകൾ സൃഷ്ടിക്കപ്പെടും എന്നൊക്കെയുള്ള വലിയ സന്ദേശം ഈ സിനിമ നമുക്ക് നൽകുന്നുണ്ട്. 2009 നിരവധി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ മത്സരിച്ച് സമ്മാനം ഈ സിനിമ നേടിയിട്ടുണ്ട്. 2009 ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പനാജിയിൽ വെച്ച് നടന്നപ്പോൾ അതിലെ ഏറ്റവും മികച്ച സംവിധായികയ്ക്കുള്ള അവാർഡ് ഈ സിനിമ സംവിധാനം ചെയ്ത ആ വ്യക്തിക്കാണ് ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഈ സിനിമ ആ സംവിധായികയുടെ ബാല്യമാണ്. അവർ 1966 കാലഘട്ടത്തിൽ ജനിച്ച് 1975-76 ഈ സിയൂളിലെ സെൻറ്റ് പോൾസ് അനാഥാലയത്തിൽ വളർന്ന് ഏകദേശം 1 വർഷം അവിടെ താമസിച്ച് കഴിഞ്ഞപ്പം ഫ്രാൻസിലുള്ള ദമ്പതികൾ ഇവരെ ദത്തെടുത്തതാണ്. അപ്പോൾ ഇവരുടെ സ്വന്തം ജീവിതം തന്നെയാണ് ഇവർ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. സ്വന്തം ജീവിതം തന്നെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കാണാൻ പറ്റിയ, ആസ്വദിക്കുക എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ സെൻസിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സിനിമ. പക്ഷേ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമ്മുടെ കണ്ണുകളെ നനയിക്കുന്ന, നമ്മളുടെ ഹൃദയങ്ങളെ കൂടുതൽ ആർദ്രമാക്കുന്ന ഒരു നല്ല സിനിമയാണ് ഇത്.